അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, അതിൽ 219 ഹദീസ് റിയാദുസ് സാലിഹീനിൽ നിന്ന് ഞങ്ങൾ ഓതി വന്നിട്ടുള്ളത്. നാളെ ചാനലിന് പുതിയ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അതുപോലെ ഈ ക്ലാസ് മറ്റുള്ള ആൾമാർക്ക് എത്തുവാട്ടി കൊടുക്കുക. 219 ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുക, ഞാനൊരു മനുഷ്യനായിട്ടില്ല. അപ്പൊ നന്റെ മുട്ട നിങ്ങൾ പല കാര്യങ്ങളുമായിട്ട് പറയും. അപ്പോൾ ആ പറയുമ്പോഴത്തേക്ക് ചില ആൾമാർക്ക് നല്ല പലക്കറിഞ്ഞ് നേട കൊടുക്കും ചിരു. അപ്പൊ ഞാൻ അതനുസരിച്ച് വിധിച്ച് തന്റെ അപ്പോ ನಾನು നക്ക് കേട്ടിട്ട് നക്ക് വിധിച്ച് തന്റെ രീതിയിൽ. പക്ഷെ അത് അവനക്ക് ഹലാലാവണില്ലല്ലോ. പക്ഷെ പിന്നർത്ഥക്ക് പലക്കറിഞ്ഞ് നേടകൊല്ല കഴിവിക്കല. അപ്പൊ ഞാനത് വിധിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവകാശപ്പെട്ടതല്ലെങ്കിൽ നരകമായിട്ടിട്ട് നരകത്തൊരു വിഹിതമായിട്ട് എനിക്ക് വിധിച്ച് തന്നെയെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ട കേസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് അത് അവിടെ മൂജിസത്ത് കൊണ്ട് വിധിക്കില്ല. അവിടെ വിധിക്കുമ്പോൾ അവിടെ എങ്ങനെ കാണ്ട് അങ്ങനെ വിധിക്കടേ. അപ്പൊ ആള് വന്ന് ചൊല്ല് നന്റെ വിഷയം ഇങ്ങനെ, പിന്നെ അതിൽ എതിർവാദി ഇങ്ങനെ ചൊല്ലുക. അപ്പൊ അവിടെ കണ്ടിട്ട് ഏതായിട്ട് ഈ പലക്കത്തിൽ നിന്ന് ശരി ഏത് ആ ഭാഗത്തേക്ക് നബിത്തങ്ങൾ വിധിച്ച നബിത്തങ്ങൾ ചൊല്ല് അവിടെ ഇപ്പൊ ലാഹിറിൽ കാണ്ടത് ഇങ്ങനെ, പ്രത്യക്ഷത്തിൽ കാണ്ടത് അങ്ങനെ ഞാൻ വിധിച്ച് തരുവ എന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹലാലാവുന്നിട്ടില്ല. നിങ്ങൾക്ക് ഹലാല നിങ്ങൾ കൊണ്ടുണ്ടല്ലേ ഇത് ഹക്ക അല്ലേ എന്നുള്ളത്, ഇതിനൊക്കെ അവകാശപ്പെട്ടതല്ലേ എന്നുള്ളത് അല്ലെ. സാധാരണ ആൾമാർ ഗൊന്തിക്കരുത്. ഒരു തർക്കം കൂടുമ്പോൾ ഒരു ഭൂമിയുടെ വിഷയത്തിലോ ഒരു ബിൽഡിങ്ങുടെ വിഷയത്തിലോ ഒരു സ്വത്തിന്റെ വിഷയത്തിലോ തർക്കം കൂടുമ്പോൾ രണ്ടാൾക്കും ഗൊന്തിക്കരുത്. അത് ബാത്തിൽ ചൊല്ലുന്നത് നക്ക് കിട്ടേണ്ടതല്ല അവന് ഗൊന്തിക്കരുത്, എന്നാലും നക്കത് നേടണം. പിന്നെ അർത്ഥം നക്ക് പെട്ടത് പക്ഷെ നന്നിട്ട് അതുക്കുള്ള നേടോക്കുള്ള കഴിവിക്കില്ല ആയെങ്കോ അവന് പൊരുതറ. അപ്പൊ ചില ആൾമാർ പലക്കത്തെ ഊക്കൽ അല്ലെങ്കിൽ പലക്കത്തെ പവർ കൊണ്ടിട്ട് അതെന്താ നേടിയെടുക്കാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കൊരു മുഅ്ജിസത്ത് കൊണ്ടോ കറാമത്ത് കൊണ്ട് വിധിക്കില്ലല്ല. ചെന്നെങ്കിൽ ഈ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് കൊണ്ട് വിധിച്ചെങ്കിൽ നമ്മുടെ എന്താക്കും പിൽക്കാലത്ത് വേണ്ട ആൾമാർക്ക്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതനുസരിച്ച് അവിടെ വിധിക്കരുത്, അവിടെ ഇതനുസരിച്ചിട്ട്. പക്ഷെ അതുകൊണ്ട് അത് ഹലാലാവണിട്ട് ഇല്ലാണ്ട് നബി തങ്ങൾ ചൊല്ലുക, ഞാൻ നരകത്തെ ഒരു വിഭാഗം ഒരു സൈഡ് നിങ്ങൾക്ക് മുറിച്ച് തന്നിട്ട് കണക്ക് കൂട്ടിയുള്ളവരുണ്ട്. ആ ഹദീസ് നമുക്ക് നോക്കാം. 210 وعن أم سلمة رضي الله عنها أن رسول الله صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നമാ അന ബശറുൻ, നിശ്ചയമായിട്ട് ഞാനൊരു മനുഷ്യനായിട്ടിരിക്കുക. നബി തങ്ങൾ മനുഷ്യൻ തന്നെ. നബി തങ്ങൾ മനുഷ്യ മലക്കല്ല, ജിന്നല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചോണുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനായിട്ടിരിക്കുക. ഞാൻ ചൊല്ലേ മനുഷ്യൻ തന്നെ, അതേ സമയത്ത് ഞങ്ങളെ പോലത്തെ മനുഷ്യനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്ഥാനവും ബഹുമാനവും കൊടുക്കപ്പെട്ട വ്യക്തിയെന്ന്, മോചിസത്തുള്ള വ്യക്തിയെന്ന്, അള്ളാഹ് ആദരിച്ച വ്യക്തിയെന്ന്, അള്ളാഹുടെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി. ഇതൊക്കെ നബിത്തങ്ങളിലെ ഞങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു ഔന്നതമായ പദവിക്ക് നബിത്തങ്ങളെ ഉയർത്തില്ല. എല്ലാ അമ്പിയാക്കന്മാരെയും മേലെ സ്ഥാനത്ത് അള്ളാഹു താല എത്തുവാട്ടില്ല. അപ്പൊ വലിയ സ്ഥാനത്തുള്ള ആളായിട്ടിരിക്കരുത്. മനുഷ്യ എന്ന് ചെന്നത് കൊണ്ടിട്ട് ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്റെ പേരിക്കോ തീരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് മോചിസത്തുകളും അവിടുത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളെപ്പോലത്തെ ആള് എന്ന് മനസ്സിലാക്കത്തില്ല. മനുഷ്യൻ എന്ന് മനസ്സിലാക്കണം. അള്ളാഹുടെ അടിമ എന്ന് തന്നെ വിശ്വസിക്കണം അല്ലെ. അബ്ദുഹു വ റസൂലുഹു അങ്ങനെ ചൊല്ലി അങ്ങനല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ അടിമയും അള്ളാഹുടെ റസൂലായിട്ടിരിക്കുന്നത്. അങ്ങനെ ചൊല്ലുള്ള കാരണം എന്താ വെച്ചാൽ ഈസാ നബിയെ കുറിച്ച് അള്ളാഹുടെ മൂന്നുണ്ടും അള്ളാഹുടെ പിന്നെ പലതും ആവശ്യം പടച്ചോണിട്ട് വിശ്വസിച്ചുകൊള്ളാറ്. അപ്പൊ അത്ഭുതം കണ്ടിട്ടാകുമ്പോ പടച്ചോണാക്കട ആൾ മാറുള്ളൂ, പടച്ചോണിട്ട് വിശ്വസിക്കട ആൾ മാറും. അതൊന്നും വിശ്വസിക്കാണ്ട അള്ളാഹുടെ അടിമ തന്നെ എന്നർത്ഥം. അത് ഇന്നമ അന ബശറുൻ, നിശ്ചയമായിട്ടും ഞാൻ മനുഷ്യന് ചൊന്നതിനർത്ഥം ഞങ്ങളെ പോലത്തെ മനുഷ്യനാവുന്നുണ്ടില്ലല്ലോ. അള്ളാഹു താല ആദരിച്ച ഏറ്റവും വലിയ സ്ഥാനത്ത് എത്തുവാട്ടിയ റസൂൽ എന്നർത്ഥം. പിന്നെ വഇന്നകും, നിശ്ചയമായിട്ടും നിങ്ങൾ തഖ്തസിമൂന ഇലയ്യ, നന്റെ കൊല്ല കേസ് പോടം തണ്ട. വലഅല്ല ബഅദകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരാവാം അയ്യകൂന അവലാവാം അൽഹന ബിജ്ജതി, അവന്റെ ഹുജ്ജത്ത്, അവന്റെ പ്രൂഫ്, അവന്റെ തെളിവ് കൊണ്ട് അവൻ പിന്നെന്താക്ക കൂടുതൽ കഴിവ് കാട്ടുന്നവനാവാം, ഏറ്റവും അറിയുന്നവനാവാം.
മിംബാദിൻ പിന്നത്തേക്കാൾ അല്ലഹന ഏറ്റവും അറിയുന്നവണ് ബീജത്തവന്റെ പ്രൂഫാണ് മിംബാദിൻ പിന്നെ മറ്റൊരുത്തേക്കാൾ രണ്ടാൾ കേസ് വരുമ്പോഴത്തേക്കു ഈ കേസ് വരുമ്പോൾ ഒരുത്ത പിന്നത്തേക്കാൾ പലക്കത്തിൽ നല്ല വാക്ചാതുര്യമുള്ളവനാവും. ഫഅഖദിയലഹു ഞാൻ അവനക്ക് വിധിച്ചു കൊടുക്കും ബിനഹി മാസ്മ ഞാൻ കേട്ടതനുസരിച്ച്. ഫമൻ ഒരുത്തൻ ഖദൈതു ലഹു ഞാൻ അവനക്ക് വിധിച്ചെങ്കിൽ ബിഹഖി അഖീഹി അവന്റെ സഹോദരന്റെ ഹക്ക് കൊണ്ട്, അതായത് അവൻ്റെതായിട്ട് യഥാർത്ഥത്തിൽ, പക്ഷെ ഓന്റെ ഇവിടുത്തെ ന്യായ കേട്ടിട്ടാകുമ്പോൾ ഓണ് കൊണ്ട് ഞാൻ വിധിച്ചു തന്നെ കേട്ടതനുസരിച്ച്. ഫൈനമ അഖ്തലഹു അഖ്തഉലഹു നിശ്ചയമായിട്ട് ഞാൻ അവനക്ക് മുറിച്ചു കൊടുക്കുന്നത് ഖിത്അത്തമ്മിന നരകത്തിൽ നിന്നൊരു ഭാഗം തന്നെ ആയിട്ടിക്കട്. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ എന്തായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നേ അവിടെ കേസ് പറയുമ്പോൾ ഇവിടെ അയാളെ വാദം നോക്കി ഇയാളെ വാദം നോക്കി ഏത് ഭാഗത്ത് ഇത് പെട്ടത് വിധിച്ചു കൊടുക്കരുത്. വിധിച്ചു കൊടുക്കുമ്പോൾ ചില ആൾമാർക്ക് നല്ല വാക്ചാതുര്യക്കട് പലക്കറിഞ്ഞ് നേടുമ്പോൾ അങ്ങനെ പലക്കറിഞ്ഞ് നേടേതാവാം. പക്ഷെ അത് ഹലാലാവണിട്ടില്ല. ഹലാലല്ലെങ്കിൽ അവനക്ക് അവകാശപ്പെട്ടത് നിക്ക് ഞാൻ വിഭജിച്ച് തന്നേൻ കണ്ടെങ്കിൽ നിക്ക് ഞാൻ മുറിച്ചു തന്നത് നരകത്തെ ഒരു ഭാഗം തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് നമ്പർ 220. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൻ യസാലുൽ മുഅ്മിൻ ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ. മുഅ്മിനായ മനുഷ്യൻ അവൻ അവന്റെ ദീനിൽ അവന് വിശാലതയിരിക്കുക അള്ളാഹുടെ റഹ്മത്തിലും അതിൽ ആഗ്രഹിക്കുക എല്ലാത്തിലേക്ക്. മാലം യുസൈബ് ദമൻ ഹറാമൻ ഹറാമായ ചാരട അവൻ എത്താണ്ടിക്കുമ്പോൾ റവാഹുൽ ബുഖാരി. ഹറാമായ ചാരട അവൻ എത്തുവാട്ടാണ്ടിക്കുമ്പോൾ ചെന്നെങ്കിൽ ഈ മുഅ്മിനായ മനുഷ്യൻ ദോഷങ്ങൾ ചെയ്തെങ്കിൽ ചില ദോഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് തൗബ ചെയ്ത് പുറത്തിട്ടോ നന്നാവുക സാധിക്കും. അതേ സമയത്ത് ഓന് ഹറാമായ ചാരട എത്തിക്കിടെങ്കിൽ കൊല്ലുക ഹറാമായങ്ങൾ ഓൺ കൊന്നാൻ കണ്ടെങ്കിൽ അതായിട്ട് ഹറാമായ ചാരത്തുവാട്ട് എന്നുള്ളത്. അതിലും പ്രത്യേകിച്ചൊരു മുസ്ലിമിനും കൊന്നാൻ കണ്ടെങ്കിൽ പിന്നെ ദീനിൽ വിശാലതയ്ക്കില്ല എന്നർത്ഥം. ഈ ദീനിൽ വിശാലത ഉണ്ട് എന്നർത്ഥം സ്വാലിയായ അമല് ചെയ്യുക തൗഫീഖ്, നല്ലത് ചെയ്യുക തൗഫീഖ്, നന്നാവുക തെറുകളൊക്കെ ഉണ്ട്. അതേ സമയത്ത് കൊല്ലുക ഹറാമായങ്ങളെ കൊന്നാൻ കണ്ടെങ്കിൽ അവനക്ക് പിന്നെ ദീനിൽ വിശാലത കിട്ടില്ല എന്നർത്ഥം. പിന്നെ സ്വാലിയായ അമല് ചെയ്യുക തൗഫീഖല്ല കുറയിട് എന്നർത്ഥം. അതുകൊണ്ട് പിന്നൊരാളെ കൊല്ലുക എന്നുള്ളത് ഏറ്റവും വലിയ, അതായത് കൊല്ലൽ ഹറാമായങ്ങളെ കൊല്ലുക എന്നുള്ളത് ഏറ്റവും വലിയ ദോഷം എന്നും മാത്രമല്ല അത് സംഭവിച്ചെങ്കിൽ ദീന് തന്നെ അവനക്ക് വിശാലതയാവില്ല. ദീൻ വിശാലതയാവില്ല എന്നുവെച്ചെങ്കിൽ സ്വാലിയായ അമലുകൾ അവനക്ക് ചെയ്യുക തൗഫീഖ് കിട്ടില്ല എന്നർത്ഥം. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. റവാഹുൽ ബുഖാരി. ഹദീസ് നമ്പർ 221. വൻ ഖൗല ബിൻത് ആമിരിൽ അൻസാരി വഹിയ ഇംറഅത്ത് ഹംസ റളിയല്ലാഹു അൻഹ. ഹംസ റളിയല്ലാഹുവിന്റെ പെണ്ണായി ഖൗല ബിൻത് ആമിർ, ഹംസ റളിയല്ലാഹുവിന്റെ ഭാര്യയായിട്ട് കഴിയും. അയിമച്ചല്ലേ കാലത്ത് നാച്ചു അയിമച്ചല്ലേ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ട ഇന്ന റിജാലൻ യതഖവദൂന ഫീ മാലില്ലാഹ് നിശ്ചയമായിട്ടും അള്ളാഹുടെ സ്വത്തിൽ മനുഷ്യന്മാർ കൈകാര്യം ചെയ്തത് ബിഗൈരി ഹഖിൻ ഹഖ് കൂടാതെ, അതായത് അള്ളാഹുടേതായ സ്വത്തില് ഇങ്ങക്ക് അവകാശമില്ലാത്തത് ഇങ്ങ എന്താക്കാറ് വിൽക്കടേമോ കൊടുക്കടേമോ അങ്ങനെയൊക്കെ ചെയ്തത്. ഫലഹുൻ മുന്നാറു യൗമൽ ഖിയാമ ഖിയാമത്തിനാൽ അങ്ങക്ക് നരകമായിട്ട് ഇവിടെ ഉള്ളേ. റവാഹുൽ ബുഖാരി. അപ്പോ ഇങ്ങക്ക് അവകാശമില്ലാത്തത്, ഇങ്ങക്ക് ഹലാലല്ലാത്തത് വിൽക്കടെ എടുക്കടെ കൊടുക്കടെ, യഥാർത്ഥത്തിൽ ഇങ്ങക്ക് അത് അവകാശപ്പെട്ടതേ അല്ല, എന്നാ അങ്ക് നരകമുണ്ട് എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ. അപ്പോ അക്രമം ഹറാമാണ്. പിന്നറാലെ സ്വത്ത് സമ്പത്ത്, പിന്നറാലെ അഭിമാന, പിന്നറാലെ സംബന്ധിച്ച് അയാൾക്ക് അവകാശപ്പെട്ടത് പിടിച്ചെടുക്കണമോ, ഇതൊക്കെ പാടില്ല എന്ന് വിവരിച്ചു തന്ന ഹദീസ് ബാബായിട്ട് 26ാമത്തെ ബാബ്. ഇതിൽ ഒരുപാട് ഹദീസുകൾ അങ്ങ് വിശദീകരിച്ച ഈ ബാബുടെ ഗതി മുസ്ലിമീങ്ങൾക്കുള്ള ഹുർമാത്തുകളെ ബഹുമാനിക്കണം എന്നുള്ളതൊക്കെ വിവരിക്കലേ അടുത്ത ബാബ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാതോടുക്കാം. കാതോടുത്ത് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.